ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ഡോഗിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പപ്പീസിനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പപ്പീസിനെ വാങ്ങിയ ആൾക്കാരാണെങ്കിൽ, ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ്. പപ്പീസ് അനുസരണയൊന്നും ഇല്ലയെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഏൽപ്പിക്കും മുമ്പ് ആ ട്രെയിനിങ് സെൻറ്ററിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ 2 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മളിതുവരെ പപ്പീസിനൊന്നും ട്രെയിനിങ് കൊടുത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത 2 ഹസ്കി കുട്ടികളെ, ഒന്ന് പയ്യന്നൂർ, ഒന്ന് മലപ്പുറത്ത് കൊടുത്തിരുന്നു. പയ്യന്നൂർ കൊടുത്ത പപ്പി ട്രെയിനിങ് സെൻറ്ററിൽ കൊടുത്ത് 3 മാസം പ്രായ പപ്പിയാണ് കൊണ്ടുവരുന്നത്. ഏകദേശം 2 മാസം പ്രായം. അതിന് ട്രെയിനിങ് സെൻറ്റർ കൊടുത്ത് 1 മാസം കൊണ്ട് ആ പപ്പീനെ അവർ ശരിയാക്കി കൊടുത്തു. അതായത് അവർക്ക് ഡെഡ് ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മലപ്പുറത്ത് ഒരു പപ്പീനെ കൊടുത്ത് അവർ ട്രെയിനിങ് സെൻറ്റർ കൊടുത്തു. ഭാഗ്യം കൊണ്ട് ആ പപ്പി ഡെഡ് ബോഡി ആയിട്ടില്ല. നല്ല ക്ഷീണിച്ച് അവശനായിട്ട് ആകെ നമ്മൾ കൊടുത്തപ്പോൾ നല്ല അടിപൊളി സുന്ദര കുട്ടപ്പനായിരുന്നു. അതെന്ന് വെച്ചാൽ ചെറിയ ഒരു വാലിലൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ക്ലിയർ ആയിരുന്നു, അത്രയേ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിങ് സെൻറ്റർ കൊടുത്ത് തിരിച്ചു വന്ന പപ്പീൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ മെലിഞ്ഞ് ഉണങ്ങിയിട്ട് പപ്പി ആകെ ഒരു ഹസ്കി പപ്പീൻ്റെ ആ ലുക്ക് ഉണ്ടാവില്ല, ക്യൂട്ട്നെസ് ഒന്നുമില്ല, എല്ലാം കളഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ കൊടുക്കുന്നതിന് മുമ്പ് ട്രെയിനർ ജെനുവൻ, കേരളത്തിൽ തന്നെ വളരെ വിരളം ട്രെയിനേഴ്സേ ഉള്ളൂ ജെനുവൻ ആയിട്ടുള്ളത്. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടീഷൻ വെക്കണം, ഒന്നുകിൽ എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ട്. കാരണം ഒരു പപ്പിയേക്കാൾ കൂടുതൽ പൈസയാണ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് അവർ വാങ്ങുന്നത്. ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് 25,000 രൂപ 30,000 രൂപയ്ക്കാണ് ഒരു പപ്പീനെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നത്. ഒരു പപ്പിയുടെ വില ഏകദേശം 25, 28, 30,000 റുപ്പീസ് മാക്സിമം പോയാൽ ഒരു ഹസ്കി പപ്പിയുടെ വില. അപ്പം ഒരു 30,000 രൂപ വരുന്ന ഹസ്കി പപ്പിക്ക് 30,000 രൂപ ട്രെയിനിങ് സെൻറ്ററിൽ കൊടുക്കുന്നു. വില പേശിയിട്ടൊക്കെ 30,000 പപ്പിനെ 25,000 എന്നൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനനുസരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതേ പൈസ തന്നെ ചിലവാക്കാൻ അവർക്ക് മടിയില്ല. ട്രെയിനിങ് സെൻറ്റർ കൊടുക്കുന്നു. ചിലപ്പോൾ അത് ഭാഗ്യമുണ്ട് ജീവനോടെ തിരിച്ചു കിട്ടും, ഭാഗ്യമില്ലെങ്കിൽ ആ പപ്പി ഡെഡ് ബോഡിയൊക്കെ ആയിരിക്കും ഇതുപോലെ കിട്ടുക. അപ്പോൾ നല്ല ട്രെയിനിങ് സെൻറ്റർ നോക്കി കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടീഷൻ വെക്കുക, പപ്പിക്ക് എന്തെങ്കിലും സംഭവിക്കണം, പൂർണ്ണ ഉത്തരവാദിത്വം. അത് ഹെൽത്തി ആയിട്ടുള്ള പപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ എനിക്ക് 100% ഒരു 10 കിലോൻ്റെ പപ്പി ഉണ്ടെങ്കിൽ 10 കിലോന് മേലെ ആയിരിക്കണം പപ്പി വെയിറ്റ്. അതുപോലെ അത്ര ആക്റ്റീവ് ആയിരിക്കണം. നമുക്ക് വേണ്ടത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പപ്പിയാണ്, അല്ലാതെ ഡെഡ് ബോഡി ആയിട്ടല്ല, അല്ലെങ്കിൽ ക്ഷീണിച്ച പപ്പി ആയിട്ടല്ല വേണ്ടത്. നിങ്ങൾ തീറ്റ കൊടുക്കാതെ ക്ഷീണിപ്പിച്ചിട്ട് തന്ന ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ നിങ്ങൾ 25,000 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കായിരിക്കണം. ഇതായിരിക്കണം ട്രെയിനിങ് സെൻറ്ററിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ പപ്പിയാണ്. ഈ പൈസ കൊടുത്ത് വാങ്ങിയ പപ്പീനെ നിങ്ങൾക്ക് ട്രെയിനിങ് സെൻറ്റർ കൊടുത്തിട്ട് നല്ല കണ്ടീഷനിൽ കിട്ടുന്നില്ലെങ്കിൽ അതിന് അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ട്രെയിനിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു 100 രൂപയുടെ മുദ്ര പേപ്പറിൽ ഒപ്പിടിപ്പിച്ചിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ട്, അതായത് നമ്മൾ ട്രെയിനിങ്ങിനെ ഏൽപ്പിക്കുകയാണ്. വെൽ ഒബീഡിയൻറ്റ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒബീഡിയൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതായത് ഇന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പപ്പി ക്ലിയർ ആയിരിക്കും. അതുപോലെ പപ്പിയുടെ വെയിറ്റും കാര്യങ്ങൾ, ഇത്ര വെയിറ്റിലുള്ള പപ്പീനെ കൊടുക്കുന്നു. അപ്പം ആ രീതിയിൽ കണ്ടീഷനിലായിരിക്കണം പപ്പി തിരിച്ചു തരുന്നത്. പിന്നെ പപ്പിക്ക് ഈ ഒരു ട്രെയിനിങ് കാലയളവിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ കോമ്പൻസേഷൻ, അതിൻ്റെ ലൈഫ്, അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളടക്കം അതിന് കോമ്പൻസേഷൻ തരാൻ ബാധ്യസ്ഥരാണെന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ട് മേടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ അതിന് തയ്യാറാകുന്ന ട്രെയിനർ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കണം. പപ്പിനെ അത്ര സ്നേഹിച്ചിട്ട് ട്രെയിൻ ചെയ്യണം. അല്ലാതെ അടിച്ച് പിടിച്ച് അല്ലാതെ പട്ടിണി കെട്ടിയിട്ടൊന്നും ട്രെയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ട്രെയിൻ സെൻറ്ററിൽ മാത്രമേ നിങ്ങൾ പപ്പീനെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഹസ്കി പപ്പീനെ ഒന്നും ട്രെയിൻ ചെയ്യാൻ കൊടുക്കരുത്. ഹസ്കി പപ്പീനൊക്കെ ട്രെയിൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കാൻ വളരെ ചാൻസ് കുറവ്. കാരണം 26,000 രൂപയ്ക്ക് മലപ്പുറത്ത് കൊടുത്ത പപ്പീനെ അവർ എവിടെയാണെന്നറിയില്ല, എവിടെയോ തൃശ്ശൂരോ എവിടെയോ ട്രെയിനിങ്ങിന് കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് അതിനെ ക്ഷീണിച്ച് ആകെ എല്ലും തോലുമായിട്ടുള്ള പപ്പീനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പപ്പീനെ നമ്മളെ വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ കാരണങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചുകൊണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 26,000 റുപ്പീസ് കൊടുത്തിട്ട് പപ്പീനെ ട്രെയിൻ ചെയ്യാൻ കൊടുത്തിട്ട് അതിൻ്റെ അവസ്ഥ, ഒരു കമാൻഡ് പോലും അതിനറിയില്ല. അതിൻ്റെ പേര് വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ കം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ഉണ്ട്, അവർ ഏത് ലാംഗ്വേജ് പഠിപ്പിച്ചേ ഒന്നും അറിയില്ല. ആ പപ്പിക്ക് ഒരു സംഭവം അറിയില്ല.
1 മാസം പഠിപ്പിച്ചാണ്. എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുത്ത 10,000 രൂപ തിരിച്ചു കൊടുത്തു. 16,000 രൂപ ആ ട്രെയിനർ മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഭാഗ്യം ആ പപ്പീൻ്റെ ജീവൻ തിരിച്ചിട്ടിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പപ്പീസിനെ ട്രെയിനിങ്ങിന് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ളടത്ത് മാത്രം ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പീനെയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ട്രെയിനിങ് നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇംഗ്ലീഷുകാർ പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദിക്കാർ പഠിപ്പിക്കുന്നുണ്ട്, മലയാളികൾ പഠിപ്പിക്കുന്ന ചാനലൊക്കെ ഉണ്ട്. അതിൽ വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. എന്തിനാണ് നിങ്ങൾ കുറച്ച് ടൈം നിങ്ങൾക്ക് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇതിൻ്റെ യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർ പഠിപ്പിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. കൂട്ടുകയറാൻ പഠിപ്പിക്കണോ, വളരെ ഈസിയാണ്. ഈ ഡോഗ്സിന് പപ്പീസിന് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മീൻ കാര്യങ്ങളൊക്കെ ഡോഗ്സിൻ്റെ കൂട്ടിൽ ഇട്ട് കൊടുക്കുക. കയറുമെന്ന് പറയുക. അവർക്ക് ഇഷ്ടമുള്ള സാധനത്തിലോട്ട് കഴിക്കാൻ വേണ്ടി കൂട്ട് കയറും. പിന്നെ ഇറങ്ങാൻ വേണ്ടി പറയുക, ഇറങ്ങാൻ താഴെ ഇട്ട് കൊടുക്കുക, ഇറങ്ങാൻ പറയുക. പിന്നെയും കയറുമെന്ന് പറയുക, ഇട്ട് കൊടുക്കുക, കയറുമെന്ന് പറയുക. അങ്ങനെ കയറും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ല്യൂറിങ് മെത്തേഡാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിളിച്ചാൽ വരണമെങ്കിലും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ഉണ്ടെങ്കിൽ അവരെ കൊടുക്കുക. ഹസ്കികളുടെ സ്വഭാവം വെച്ചിട്ട് എന്തെങ്കിലും സാധനം കഴിക്കാനുണ്ട്, കയ്യിൽ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ മാത്രമേ അവരനുസരിക്കുള്ളൂ. അല്ലാത്ത ടൈമിൽ അവർ നമ്മളോട് പറയും, പോയി പണിയാക്കാൻ പറയും. അതാണ് ഹസ്കി. അപ്പോൾ ഹസ്കീനെ ട്രെയിനിങ് ചെയ്യാൻ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഷോ ട്രെയിനിങ്ങിനൊക്കെ കൊടുക്കാം, അത് വലിയ കുഴപ്പമില്ല. അത് അങ്ങനത്തെ ഷോ ട്രെയിനിങ്ങിന് കൊണ്ടുവന്ന ആൾക്കാർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം എനിക്ക് ഏകദേശം. അതും നല്ല ആൾക്കാരെ നോക്കിയിട്ട് കൊടുക്കുക. അവർ ഷോയ്ക്കൊക്കെ പങ്കെടുപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. അങ്ങനത്തെ ആൾക്കാരെ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ ഒബീഡിയൻസ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പപ്പിയൊക്കെ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള കാര്യം പറയാനാവില്ല. അപ്പം അതുകൊണ്ട് പറയാണ്, പ്ലീസ് ദയവായിട്ട് നിങ്ങൾ പപ്പീനൊക്കെ ട്രെയിനിങ് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ കെനലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ട്രെയിനിങ് സെൻറ്ററിനെ കുറിച്ചുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക, നിങ്ങളുടെ കണ്ടീഷൻ പറയുക. അപ്പോൾ അവർ അംഗീകരിക്കുന്നത് മാത്രം കൊടുക്കുക, ഇല്ല കൊടുക്കരുത്. നിങ്ങൾ പപ്പി നഷ്ടപ്പെടും, പൈസ നഷ്ടപ്പെടും, എല്ലാം പോകും. ഓക്കെ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് ചെയ്യേണ്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യേണ്ടവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. കമൻറ്റ് ബോക്സിൽ എന്ത് തെറി പറഞ്ഞോളൂ. ട്രെയിനർമാർ എന്നെ തെറി പറഞ്ഞോ, എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു.